ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്. ഫ്ലാവി വൈറസ് എന്ന വൈറസാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ വൈറസ് 4 തരത്തിൽ, ജനിതക ഘടന അനുസരിച്ച് 4 തരത്തിലുണ്ട്. ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 6 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങും. ഏത് വൈറൽ പനിയെ പോലെയും ഡെങ്കിപ്പനിയിലും പനിയോടുകൂടി ജലദോഷവും ചുമയും ദേഹവേദനയൊക്കെ വരാമെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ കടുത്ത പനി, കടുത്ത തലവേദന, കണ്ണിന് ചുറ്റുമുള്ള വേദന, ദേഹത്ത് അവിടെ ഇവിടങ്ങളിലായി ചുവന്ന പുള്ളി പാടുകൾ വരിക, ഛർദ്ദിക്കാൻ തോന്നുക, അമിതമായ ക്ഷീണം തോന്നുക എന്നിവയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ പനിയോടുകൂടി ഈ ലക്ഷണങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ തൊട്ടടുത്തുള്ള ഡോക്ടറെ എത്രയും പെട്ടെന്ന് സമീപിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അതിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യുക കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടാണ്. അതായത് രക്തത്തിലുള്ള കൗണ്ടുകളുടെ അളവ് നോക്കുകയാണ്. ഇതിൽ ടോട്ടൽ കൗണ്ടും പ്ലേറ്റഡ് കൗണ്ടും ഏത് വൈറൽ പനിയിലും കുറഞ്ഞു പോകാം. പക്ഷേ ഡെങ്കിപ്പനിയിൽ ഈ പ്ലേറ്റഡ് കൗണ്ട് കുറഞ്ഞു പോകുന്നത് വളരെ അമിതമായ രീതിയിലും വളരെ പെട്ടെന്നുമാവും. അതുകൊണ്ട് തന്നെയാണ് ഡെങ്കിപ്പനി സങ്കീർണമാകുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ടോട്ടൽ കൗണ്ടും പ്ലേറ്റഡ് കൗണ്ടും കുറയുകയാണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് ഡെങ്കു ഇൻഫെക്ഷന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്യും. അതിൽ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിലാണെങ്കിൽ NS1 ആൻറ്റിജൻ ടെസ്റ്റ് ആയിരിക്കും പോസിറ്റീവ് ആവുക. അതിനുശേഷമുള്ള ദിവസങ്ങളിലാണെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റ് ആയിരിക്കും പോസിറ്റീവ് ആവുക. ഇത് അല്ലാതെ PCR ടെസ്റ്റും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മൂലം നമുക്ക് ഈ ഇൻഫെക്ഷൻ ഡെങ്കു കൊണ്ടാണ് വരുന്നത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി ഈ ഡെങ്കു ഇൻഫെക്ഷൻ വന്ന പേഷ്യൻസിൽ 95% ആൾക്കാർക്കും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങളൊക്കെ മാറി പൂർണ്ണമായി ഇതിൽ നിന്നും ഭേദപ്പെട്ട് അവസ്ഥയിലേക്ക് മാറാവുന്നതാണ്. പക്ഷേ ഒരു 5% ആൾക്കാർക്ക് വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് ഈ ഡെങ്കിപ്പനി എത്തിച്ചേക്കാം. അതിൽ തന്നെ ഡെങ്കു ഹെമറാജിക് ഫീവർ എന്ന ഒരവസ്ഥയാണ്. അതിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവാം. മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ വായിലെ മോണയിൽ നിന്നോ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വയറ്റിൽ നിന്നും മലം പോകുമ്പോൾ ചിലപ്പോൾ കറുത്ത് പോയെന്നൊക്കെ വരാം. മൂത്രത്തിലൂടെയും രക്തം പോയെന്ന് വരാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഡെങ്കു ഹെമറാജിക് ഫീവർ. ഇത് കൂടാതെ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഉണ്ട്. അതിൽ പേഷ്യൻസിൻ്റെ രക്തസമ്മർദ്ദം അഥവാ BP താന്നു പോവുകയും അവയവങ്ങൾ, പ്രധാനപ്പെട്ട അവയവങ്ങൾ പറയുകയാണെങ്കിൽ കിഡ്നി, ലിവർ, ഹാർട്ട്, ബ്രെയിൻ എന്നീ അവയവങ്ങളുടെ പ്രവർത്തനം രഹിതമായി പോയി ആ ഒരു അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലേക്ക് ഡെങ്കിപ്പനി എത്തിച്ചേക്കാം. മരണം വരെ സംഭവിക്കുന്നൊരവസ്ഥയിലേക്ക് ഡെങ്കിപ്പനി വഷളായി പോയേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. ഡെങ്കു ഇൻഫെക്ഷൻ നമ്മൾ ഉറപ്പിച്ച ശേഷം ഈ പ്ലേറ്റഡ് കൗണ്ടിൻ്റെ അളവ് വെച്ചും ലക്ഷണങ്ങളുടെ തീവ്രത വെച്ചുമാണ് ഡോക്ടർ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണോ വേണ്ടിയോ എന്ന് നിർദ്ദേശിക്കുക. പ്ലേറ്റഡ് കൗണ്ട് നോർമലായിട്ട് 1.5 ലക്ഷത്തിലും 4 ലക്ഷത്തിലും ഇടയ്ക്കാണ് വേണ്ടത്. ഇത് ഡെങ്കിപ്പനിയിൽ 1.5 ലക്ഷത്തിലും താന്ന് 1 ലക്ഷത്തിലും താന്ന് ചിലപ്പോൾ ഓരോ ദിവസവും 70,000 50,000 എന്ന ലെവലിൽ കുറഞ്ഞു പോയേക്കാം. അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ദിവസവും ടോട്ടൽ കൗണ്ട്, പ്ലേറ്റഡ് കൗണ്ട്, ഹെമറ്റോക്രിറ്റ് എന്നീ ടെസ്റ്റുകൾ ചെയ്തു നോക്കും. ഇതുകൂടാതെ ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. ഇതിൽ ഹെമറ്റോക്രിറ്റ് എന്ന ടെസ്റ്റ് ആദ്യത്തെ ഘട്ടത്തിൽ കൂടി പിന്നെ കുറഞ്ഞ് നോർമലാകും. ടോട്ടൽ കൗണ്ട് ഏതൊരു വൈറൽ പനിയിലും കുറഞ്ഞു പോകുന്ന പോലെ കുറഞ്ഞു പോവുകയും പിന്നെ അത് നോർമലായി ഉയർന്നു വരുന്നതും കാണാറുണ്ട്. പക്ഷേ പ്ലേറ്റഡ് കൗണ്ട് ഡെങ്കിപ്പനിയിൽ ഒരു പരിധി വിട്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് 30,000-ന് മുകളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. അതിൽ താന്നു പോവുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷനായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇത് കുറഞ്ഞു പോകുന്ന സമയത്താണ് ഡെങ്കു പനിയിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത ഏറുന്നത്. ഇനി ഒരാൾക്ക് ഒരു തരത്തിലുള്ള ഡെങ്കിപ്പനിയാണ് ഒരു തവണ വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമതൊരു ഇൻഫെക്ഷൻ ഡെങ്കിപ്പനി രണ്ടാമത് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, പല തരത്തിലുണ്ട് ഈ വൈറസ്, 4 തരത്തിലാണുള്ളത്. വേറൊരു തരത്തിലുള്ള ഇൻഫെക്ഷനാണ് രണ്ടാമത് വരുന്നതെങ്കിലും ഈ സങ്കീർണമാകുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാവുന്ന ആ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ഈ സങ്കീർണമാവുന്ന ഒരവസ്ഥയിലാണ് പേഷ്യൻസ് പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് ഉള്ള കെയർ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യം വന്നേക്കാം. ഇനി ഡെങ്കിപ്പനി എങ്ങനെയാണ് പടരുന്നത്? ഏഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ, പെൺകൊതുകുകളാണ് ഇത് പടർത്തുന്നത്. ഏഡിസ് ഈജിപ്തി, ഏഡിസ് ആൽബോപ്റ്റിക്കസ് എന്നീ കൊതുകുകളാണവ. ഇവ മനുഷ്യരെ കടിക്കുന്നത് പകൽ സമയത്താണ്. ഇവ ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മളുടെ താമസ സ്ഥലം, ജോലി സ്ഥലം എന്നീ സ്ഥലത്ത് 400 മീറ്റർ ചുറ്റളവിൽ ഈ ശുദ്ധജലം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന്
നമ്മൾ നോക്കേണ്ടതാണ്. ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, ചിരട്ടകൾ, ടയറുകൾ എന്നിവ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇടവിട്ടുള്ള മഴ അല്ലെങ്കിൽ മഴക്കാലത്താണ് ഈ വെള്ളം ഇതിൽ കെട്ടിക്കിടക്കാൻ സാധ്യത ഏറുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ഡെങ്കിപ്പനി കൂടുതലായി കാണപ്പെടുന്നത്. ഇത് നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി, നമ്മൾ കൊതുകടി നമ്മൾക്ക് ഏൽക്കാതെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. കൊതുക് വല ഉപയോഗിക്കുന്നതും കൊതുക് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. പകൽ സമയത്ത് ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ചും ഡെങ്കു ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ കൊതുക് വല ഉപയോഗിക്കുന്നത് ആ ആളിൽ നിന്നും വേറൊരാളിലേക്ക് ഈ കൊതുക് പോയി ഇൻഫെക്ഷൻ പടർത്തുന്നത് തടയാനും നമുക്ക് സാധിക്കും. ഇത് പറഞ്ഞു വരുന്നത്, ഡെങ്കിപ്പനി ഒരു സാമൂഹിക ആരോഗ്യ പ്രശ്നമാണ്. നമ്മൾ ഏവരും ഒത്തുനിന്നാൽ ഇത് തടയാനാകും. പ്രതിരോധമാണ് ഏറ്റവും നല്ലത്. കൊതുകുകളെ നശിപ്പിക്കുന്നതിലൂടെയും കൃത്യമായ ആരോഗ്യരീതി പാലിക്കുന്നതിലൂടെയും ജാഗ്രതയോടുകൂടിയുള്ള ചികിത്സ തേടുന്നതിലൂടെയും നമുക്ക് ഡെങ്കിപ്പനി പ്രതിരോധിക്കാവുന്നതും നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. നന്ദി.